അപ്പോൾ അമ്മ എടുത്ത് തന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ള കളർ. എനിക്ക് ഇളയത്തിൽ അങ്ങനത്തെ പിങ്ക് കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ അശ്വതിൻ്റെ വക നെയ്ച്ചോറും അഞ്ചിൻ്റെ വക ചിക്കനും. ഈ വൈകുന്നേരം നേരത്തെ ആരും കുളിക്കാൻ വരില്ല. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. ചായ അടിച്ചിട്ടില്ല, കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ സമയം ഇപ്പോൾ 9 മണിയായി. ജലദോഷമൊക്കെ പിടിച്ചിട്ട് കണ്ണിനൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട്. കണ്ണൊക്കെ ആകെ നീര് വന്ന് എന്താ വീർത്തപ്പോലെ എന്തോ ഒരു അസ്വസ്ഥത ഉണ്ട് കണ്ണിന്. ഇപ്പോൾ ചായ കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയാണ് കേട്ടോ. ചായ അല്ല, വെള്ളം. നല്ല 1 2 3 ദോശ, വെള്ള ചട്നി. ഒക്കെ ദോശയും ചായ വേണ്ടേ? കുഞ്ഞുങ്ങൾക്ക് ചായ ആണോ? ആഹാ, അടിപൊളി. കഴിക്കേ. പൈങ്കിളിക്ക് വേണോ ദോശ? നാനി തിന്നിക്കിനി. വേണ്ട, നാനി തിന്നിക്കിനി. നാ ഫോട്ടോക്ക അന്നെ കാണില്ല. ഇതാരാ ആളോക്കട്ടെ? കുഞ്ഞാണോ? ഇത് കുഞ്ഞിക്കിളി. ഞാൻ ഇവിടെ വന്നാലും പോവാൻ പാടില്ല. അമ്മായി പോക, അമ്മായി പോക. അച്ഛന് ലോട്ടറി അടിച്ചു. അച്ഛനൊന്നും പറയുന്നില്ല. ചായ കൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു നാത്തൂന് കുളിക്കുന്നുണ്ട്. അഞ്ചു പിന്നെ ലക്ഷ്മോളെയും കൊണ്ട് ഡാൻസിന് പോയിട്ടുണ്ട്, ഡാൻസ് ക്ലാസ്സിൽ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എല്ലാവരും കണ്ടോ? ഡ്രസ്സ് പുതിയ ഡ്രസ്സാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ അമ്മേൻ്റെ വക സ്പെഷ്യലാണ്. ഒരു നൈറ്റിയാണ് കേട്ടോ. അതായത് കഫ്താനി മോഡലിലെ നൈറ്റിയാണ്. ഇതാ കണ്ടോ? ഇതാണ് കേട്ടോ നൈറ്റി. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അമ്മ എടുത്ത് തന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ള കളർ. എനിക്ക് ഇളയത്തിൽ അങ്ങനത്തെ പിങ്ക് കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ കഫ്താനി മോഡൽ കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കഫ്താനി. അപ്പം ഞാൻ വന്നത് പ്രമാണിച്ച് സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കനും. ബിരിയാണി വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബിരിയാണി നാളെ കഴിച്ചു. ഞാൻ പോന്നപ്പോഴും കഴിച്ചു. അശ്വതിൻ്റെ വക നെയ്ച്ചോറും അഞ്ചിൻ്റെ വക ചിക്കനും. 2 നാത്തൂൻ്റെ വക, നാത്തൂന്മാരെ വക എനിക്ക് സ്പെഷ്യൽ. വേഗം ഉണ്ടാക്കൂ. അങ്ങനെ ഞാൻ വന്നത് പ്രമാണിച്ച് സ്പെഷ്യലായിട്ട് സൺഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയും. അപ്പോൾ ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ബിരിയാണി വെക്കേണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. കാരണം ഞങ്ങൾ അവിടുന്ന് പോന്നപ്പോൾ അച്ഛൻ ബിരിയാണി വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണി വെക്കേണ്ട, നെയ്ച്ചോറ് മതിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. 5 നെയ്ച്ചോറ് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ തൈര് സാലഡും പിന്നെ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. വീട്ടിൽ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുമ്പോഴേ എല്ലാവർക്കും വിശപ്പ് നേരത്തെ ആയിരിക്കും. അപ്പോൾ ഒരു 12 മണി 12:30 ഉള്ളിൽ എല്ലാവരും ഇതാ ഉച്ചഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഉറക്കമൊക്കെ ഉറങ്ങി കേട്ടോ. അപ്പോൾ അതാ അനിയത്തിനെ ഇവിടുന്ന് കുറച്ച് സേമിയ പായസം കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മധുരം ഇങ്ങനെ കഴിക്കാൻ തോന്നി നിന്നപ്പോഴാണ് ഇതാ അവൾ പായസം കൊടുത്തയച്ചത്. ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ ഉറക്കമൊക്കെ ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചൂടോട് കൂടി പായസം കിട്ടി. അനിയത്തിൻ്റെ വക. സേമിയ പായസം. ഒരു മധുരം ആഗ്രഹിച്ച് നിന്നപ്പോഴാണ് നമുക്ക് പായസം കിട്ടി.
പായസമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പുഴയ്ക്ക് പോകണം, പുഴ കാണാൻ. പുഴ എന്താ കാണണമെന്ന് വെച്ചാൽ ഇന്നലെ തുടങ്ങിയാണ് കുഞ്ഞിക്കിളികൾ പുഴയ്ക്ക് പോകല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കുട്ടി അമ്മ ആദ്യം പോയി, ഞാനും അശ്വതിത പോകുന്നു. ഇത് കാണാൻ നല്ല രസമല്ലേ. ഇങ്ങനെ ഞങ്ങളുടെ പുഴയിലേക്ക് എത്തി. പ്രസാദേട്ടൻ പറയുന്നു പുഴയിൽ നല്ല വെള്ളമാവും. ഞാൻ പറഞ്ഞ പുഴയിൽ അധികം വെള്ളമൊന്നുമില്ല. ഈ പന എത്ര വലുപ്പമായോ. ആദ്യം പുഴയ്ക്ക് പോണ റോഡ് ചെറിയൊരു കുഞ്ഞി ഇടയാണ്, ഇടവഴി. പനന്നെടുത്തോ, പിന്നെ വീഡിയോ ഒന്നും എടുക്കല്ലേ. പുഴയൊക്കെ ഏതായാലും 2 വഴിയാണ്, ശരിക്കുള്ള വഴിയുണ്ട്, ചവിട്ട് വഴിയുണ്ട്. ഇവരെവിടെയാണാവല്ലേ പിള്ളേർ? നമ്മളെതിലേ പോണ? ഇതിലേ ബദം. ഇവിടെ തോണിയുണ്ട്, അവിടെ തോണി. ഏത്? ഇതോ മെയ്ഫ്ലവറോ? വാഗയാണ് ശരിക്കും ഇതിനെ പറയാ അല്ലേ? മെയ്ഫ്ലവറിനെ വാഗയില പൂത്തുണ്ടല്ലോ. അത് മഞ്ഞ ചുവപ്പൊക്കെ ഉണ്ടല്ലോ. മഞ്ഞല്ലേ? മഞ്ഞ രാജമല്ലി എന്നല്ലേ. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. പോയി മുള വെച്ചാൽ അങ്ങനെ വെട്ടിയെന്നല്ലേ. പക്ഷെ ഇതുവരെ ഈ മഴ മുഴുവൻ പെയ്തിട്ട് ഇവിടെ വരെയല്ലേ വെള്ളം വന്നിട്ടുള്ളൂ, ഇങ്ങോട്ട് കയറിയിട്ടില്ല അല്ലേ. ഇതാ കിളികളും തത്തകളൊക്കെ ഇതിൻ്റെ ഇവിടെ കളിക്കുന്നു. പുഴേൻ്റെ കരയിൽ ഇങ്ങനെ ഇരിക്കുക, എന്താ രസം. പണ്ട് അക്കരെ ഇതിലേറെ മണലുണ്ടായിരുന്നു. 5 മണിയായോ അച്ചുവോ? 5 മണിയായോ? 5 മണി കഴിഞ്ഞു. 5:30 ആവാനായോ? വെള്ളം കൂടുതലായപ്പോൾ പുഴയിൽ കെട്ടിയിട്ട തോണിയാട്ടോ. വെള്ളം കുറഞ്ഞപ്പോൾ തോണി കരയിലെത്തി. ഇനിയിപ്പോൾ ഈ തോണി വെള്ളത്തിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വെള്ളം ഇനി കൂടി വരണം, എന്നാലേ തോണി ഇറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കരയിൽ നിന്ന് ഇങ്ങനെ ഉന്തി ഇറക്കി കൊണ്ടുവരണം. പക്ഷെ അതിന് കഴിയില്ല, അല്ലെങ്കിൽ ഒരുപാട് പേര് വേണം. ഇങ്ങനെ 2 തോണിയുണ്ട് കേട്ടോ കരയമ്മ കിടക്കണത്. ഇനി നല്ല വെള്ളം വന്നിട്ട് വെള്ളം പൊങ്ങി വന്നാൽ തോണി അങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കും. അല്ലെങ്കിൽ കരയമ്മ തന്നെ നമുക്ക് ഇരുമ്പിൻ്റെ തോണിയാണ് കേട്ടോ ഇത്. അച്ഛൻ ഞാനും അമ്മേൻ്റെ കൂടെ പോകുന്നതാണ് കേട്ടോ. 5 പോന്നിട്ടില്ല, 5 കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് വരികയെന്നറിയില്ല. ഇന്നലെയും പുഴയിൽ വന്നു, ഇന്നും പുഴയിൽ വന്നു. അങ്ങനെ 2 ദിവസമായിട്ട് പുഴയിൽ വന്നു. പക്ഷേ കുളിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ വന്നാൽ പിന്നെ പുഴയിൽ വരാഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്തോ ഒരു സങ്കടമാണ്. പക്ഷേ പുഴയിൽ കുളിക്കാൻ ഞാൻ അതിലേറെയാണ്. പക്ഷേ പുഴയിൽ നിന്ന് കുളിച്ചിട്ടില്ല. പുഴയത്തെ വെള്ളം നല്ല തണുപ്പാണ്. അപ്പോൾ ജലദോഷം പിടിച്ചുകൊണ്ട് കുളിക്കാനൊരു പേടി. വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ കുളിച്ചത്. അങ്ങനെ വൈകിട്ട് 6 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ 2 ദിവസം വീട്ടിൽ നിൽക്കാൻ വന്നു. ഇനി നാളെ തിരിച്ചു പോകണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ.